നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കത്തിയ വെണ്ണീറിൽ നിന്ന് വരെ ഉയർന്നു വരുന്നവളാ ശാലിനി. അവളെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു ആയുധവും അവൾക്ക് നമ്മൾ വിധിക്കുന്ന മരണം തന്നെ. ഇത് ആനപ്പാപ്പനല്ല ചിറ്റപ്പ, ആനയാ. നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലുന്നതിന് എനിക്ക് കിട്ടുന്നത് മോക്ഷമാ. കാരണം ഇതൊരു പുണ്യപ്രവൃത്തിയാണല്ലോ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ വേണേ നിന്റെ കാല് പിടിക്കാം. ഹാ, അപ്പൊ പിന്നെ എനിക്ക് മോക്ഷം കിട്ടേണ്ടി പോത്തെ. ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവർത്തികള് കൂട്ടി നോക്കിയിട്ടാ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നിന്നെപ്പോലൊരു ലോക ഫ്രോഡിനെ ശരിക്കൊന്ന് പെരുമാറിയിട്ട് വന്ന എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗം തന്നെയാ. നീ ആരെയൊക്കെയാ വഞ്ചിച്ചതെന്ന് നിനക്കറിയാമോ? ആദ്യം നിന്നെ ജനിപ്പിച്ച നിന്റെ തന്തയും തള്ളേ. അവര് നിന്നെ ജനിപ്പിച്ചു എന്നൊരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നീ ചെയ്ത തെറ്റെന്താ? നിന്നെ സഹായിച്ച് നിന്റെ കഥകള് മനസ്സിലാക്കി നിനക്ക് താങ്ങാനും തണലാവാനും അവസരം ഉണ്ടാക്കി തന്ന വിഷ്ണുവിനെ. അവനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലേ? അത് തെറ്റല്ലേ? നിന്നെ സ്നേഹിക്കുന്ന ഹർഷനെ ആ സമയത്ത് നീ ബോധപൂർവം മറന്നു. ഇപ്പൊ നീ എന്താ ചെയ്തിരിക്കുന്നത്? നീ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ആ പാവം വിഷ്ണുവിനെ തൂക്കുകയറിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ തയ്യാറെടുക്കുന്നു. ഇതൊക്കെ നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതല്ലേ? നിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നീ എന്നെ ബലി കൊടുക്കായിരുന്നില്ലേ? അതൊക്കെ എന്റെ മിടുക്ക്. ആ മിടുക്കിൽ നീ പക്ഷെ വീണു പോകരുതായിരുന്നു. അതാണ് നീ ചെയ്ത തെറ്റ്. എന്റെ ആവശ്യങ്ങൾ സാധിക്കാനായിട്ട് ഞാൻ പലതും പറയും, പണം ഓഫർ ചെയ്യും. പക്ഷെ നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. എന്നെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിച്ചിട്ട് നീ ഇപ്പൊ ശീലവതി ചമയുന്നോടി. ഞാൻ നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചത് നിന്റെ നന്മയ്ക്ക് കൂടി വേണ്ടിയിട്ടായിരുന്നു. നിന്നെ ആ വീട്ടിൽ പിടിച്ചു നിർത്താനായി ഞാൻ പണവും ചെലവാക്കി, എന്റെ ബുദ്ധിയും ചെലവാക്കി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയതെന്താ? നിന്റെ അവഗണന. ഇത്രയൊക്കെ ചെയ്തു തന്നെ എന്നെ തഴഞ്ഞുകൊണ്ട് നീ അങ്ങ് മലക്കം മറിഞ്ഞു. ഹർഷനെ കണ്ടപ്പോ സംഭവിച്ചതും ചെയ്തതും ഒക്കെ മറന്നുകൊണ്ട് നീ അവന്റേത് മാത്രമായിട്ടങ്ങ് മാറി. അതെനിക്ക് സഹിക്കോ? അല്ല, നീയാണെങ്കി സഹിക്കോ? ഇല്ല. അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ചെറിയൊരു പ്രതികാരം വരില്ലേ? ഇത്രയൊക്കെ കുഴപ്പമുണ്ടാക്കിയിട്ട് നിന്നെ അങ്ങനെ ഹർഷനൊത്ത് മഹാറാണിയെ പോലെ വാഴാമിട്ട ഞാൻ പിന്നെ ആരാടി? ഒന്നുകിൽ നിന്നെ ഞങ്ങൾ കൊല്ലും, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അങ്ങ് കയറ്റിയേക്കും പുറത്തേക്ക്. നിന്നെ പോലുള്ളവര് ചെന്നെത്തേണ്ടത് അവിടെ തന്നെയാ. കൊറേ ആൾക്കാരെ കൊറേ നാള് നീ കണ്ണീര് കുടിപ്പിച്ചില്ലേ? ഇനി നീ കുറച്ചു നാള് കണ്ണീര് കുടിക്കും. മധുശ്രീ, നീ ഒരു പെണ്ണല്ലേ? ആ ഒരു പരിഗണനയെങ്കിലും എന്നോട് കാണിക്കും. എടി, നിന്നെ കൊന്ന കുറ്റത്തിനാണ് വിഷ്ണു തൂക്കുമരം കയറാൻ പോകുന്നത്. ഇനി നിനക്ക് പുറം ലോകത്ത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഒന്നുകിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നിന്റെ ഈ മോന്തയുടെ രൂപം മാറ്റണം, അല്ലെങ്കിൽ നീ മരണപ്പെടണം. പ്ലാസ്റ്റിക് സർജറി ചെയ്യാനൊക്കെ നല്ല ചെലവ് വരും. കാശില്ലല്ലോ കയ്യില്. അപ്പൊ പിന്നെ ഏക മാർഗം മരണമെന്ന മഹത്തായ കർമ്മമാ. അതെങ്ങനെ വേണമെന്ന ആലോചനയില ഞാനിപ്പോ നിൽക്കുന്നത് തന്നെ. ഹലോ, ഞാനിവിടെ പുറത്തുണ്ട്. ഞാൻ ഇവൾക്ക് കുറച്ച് സാരോപദേശ കഥകൾ ഓതി കൊടുക്കുമായിരുന്നു. എങ്ങനെയാ ഇവളോട് മരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. എങ്ങനെ ചാവാൻ ഇവള് റെഡിയാ. അല്ലേടി, നീ റെഡിയല്ലേ? നിന്നെ കൊല്ലാനുള്ള ആരാച്ചാര പുറത്തു വന്ന് നിൽക്കുന്നത്. പറയടി, എങ്ങനെയാ നിനക്ക് ചാകേണ്ടത്? നിനക്കെന്താണ് പ്രാന്താണോ? നീ ഇങ്ങ് പുറത്തോട്ട് വാ. ആ, ദാ വരുന്നു. അല്ല, എന്തായി അവന്റെ കാര്യം? അത് പറയാൻ തന്നെ വന്നത്. അവന്റെ ആയുർവേദിക്കല്ല കുടുവാള് വെക്കേണ്ടത്. അതിന് ഇനിയും സമയമുണ്ട്. കാലന്റെ ദൃഷ്ടി പതിയേണ്ടത് മറ്റൊരാളുടെ നേർക്ക്. അത് തീർന്ന യവനും തീരും. നീങ്ങി പുറത്തേക്ക് വാ.
വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഉം. ഛെ, എന്താ ചിറ്റപ്പ അകത്തേക്ക് വരാഞ്ഞത്? അല്ല ആന അവള് പേടിച്ചിരിക്കുക. ഇനിയിപ്പോ എന്റെ രൂപവും കൂടി കണ്ട് പനിയും ജലദോഷമൊന്നും വരുത്തണ്ട. അങ്ങനെയൊന്നും കാഴ്ചയിൽ പനി വരുന്ന ടൈപ്പൊന്നും അല്ല അത്. നല്ല പൊരി വെയിലിൽ കിടന്ന് വിളഞ്ഞതാ. അത് വാടില്ല. കുടിക്കാൻ പറ്റുമോടി? പറയുന്നത് കേട്ടില്ലെങ്കിൽ ഓടിച്ച് മടക്കിയങ്ങ് പള്ളേ തള്ളണം. ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്കൊന്നും ഒരു നന്ദി കാണിക്കുന്നില്ലെന്നേ. ജനിപ്പിച്ച അച്ഛനോടും അമ്മയോടും ഒക്കെ നന്ദിയില്ല. പിന്നെ ഇനി നമ്മളോട് നന്ദി കാണിക്കാൻ അവള് മദർ തെരേസയുടെ കൊച്ചുമോളൊന്നും അല്ലല്ലോ. പഠിച്ച കള്ളിയാ. വെറും ഒരു വാക്കിന്റെ പുറത്ത് ഒരുത്തന്റെ തോളിൽ കയറി ജീവിത നാടകം കളിക്കാൻ വന്നവളാ. വിഷ്ണുവിന്റെ ആയുസിന് ഈശ്വരന്മാരെല്ലാരും കൂടിയങ്ങ് വീണ്ടും പച്ചക്കൊടി കാട്ടിയപ്പോ ശാലിനിക്ക് യുദ്ധം ജയിച്ച ഗമയാ. തീർന്നിരുന്നെങ്കിൽ അവളുടെ നെറ്റിയിലെ ആ സിന്ദൂരക്കുറിക്ക് എന്നേക്കുമായി ഒരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. അത് കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം. ഒരിക്കൽ നഷ്ടപ്പെട്ടതിനോടുള്ള ഒരു വിങ്ങല് മനസ്സുകൊണ്ട് അന്നൊരു തീരുമാനം എടുത്തതാ ഞാൻ. എന്നെങ്കിലും ഒരിക്കൽ എന്റെ മുന്നിൽ വെച്ച് അവന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന കർമ്മിയെ കൊണ്ട് അതൊന്ന് മായ്ക്കണോന്ന്. അവസരം വന്നതുവാ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അതിലൂടെ അവളും. വിഷ്ണു മരിച്ചാൽ ശാലിനി കരഞ്ഞുകൊണ്ട് ജീവിതം തള്ളി നിൽക്കും. കുട്ടിക്ക് വേണ്ടി ജീവിക്കും. പക്ഷേ ശാലിനി മരിച്ചാൽ ആ സ്പോട്ടിൽ വിഷ്ണുവും മരിക്കും. അവന്റെ മുന്നിൽ പിന്നെ മറ്റൊരു ചിന്ത ഉണ്ടാവില്ല. പ്രത്യക്ഷത്തിൽ ഒരാളെ കൊന്നുകൊണ്ട് നമ്മൾ തീർക്കുന്നത് രണ്ടുപേരുടെ പട്ടണയാ. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായോ? അവളെ നമ്മള് മാനസികമായും ശാരീരികമായും എത്രയോ വട്ടം കൊന്നിരിക്കുന്നു. എന്നിട്ട് ഒരു തരി പോലും കുറയുന്നില്ലല്ലോ അവളുടെ ആ മാനസിക നില. പലപ്പോഴും ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവളുടെ ചങ്കുറ്റത്തിന് മുന്നില്. കത്തിയ വെണ്ണീറിൽ നിന്ന് വരെ ഉയർന്നു വരുന്നവളാ ശാലിനി. അവളെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു ആയുധവും അവൾക്ക് നമ്മൾ വിധിക്കുന്ന മരണം തന്നെ. ഇത് ആനപ്പാപ്പാനല്ല ചിറ്റപ്പ, ആനയാ. അതും ഒരുപാട് സ്വാധീനവും സംരക്ഷണവും ഒക്കെയുള്ള ഒരാന. മരണം ഉറപ്പാക്കുന്നത് വരെ ഒടുക്കത്തെ ചടങ്ങായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.